നമസ്കാരം. അപ്പം നമുക്ക് ആരംഭിക്കാം. വിഷയം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാധ്യമങ്ങൾ രാഷ്ട്രീയ അജണ്ട നിർണയിക്കുന്നുവോ എന്നാണ്. ഇതിനുത്തരം തേടുക ആണ്. മുമ്പ് എന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങൾ വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് എന്ന്. എന്താണ് ഈ പ്രത്യയശാസ്ത്രം? മാധ്യമങ്ങൾ വാർത്ത നിർമ്മിച്ചെടുക്കുകയാണോ അഥവാ സംഭവിക്കുന്ന വാർത്തകളുടെ വ്യാഖ്യാനവും വിമർശനം എന്നിങ്ങനെ വാർത്തയെ പ്രേക്ഷകരിലേക്ക്, വായനക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുകയാണോ ചെയ്യുന്നത് എന്നാണ്. ഒരു പക്ഷേ പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യകാലത്ത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്ന വാർത്തകളെ വിമർശനാത്മകമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അത് ജനങ്ങളുടെ ജനാധിപത്യ ഏകീകരണത്തെ, ജനാധിപത്യവൽക്കരണത്തെ സഹായിക്കുന്ന ഒന്നായി മാറിയിട്ടും ഉണ്ടാകാം. അപ്പോഴും പ്രകടമായി സ്വദേശാഭിമാനിയെപ്പോലുള്ള പത്രപ്രവർത്തകർ ഭരണകൂടത്തിന് എതിരെ ശക്തമായി നിൽക്കുകയാണ് ചെയ്തത്. സ്വദേശാഭിമാനിയെ പറ്റി പറയണത്, അദ്ദേഹം പത്രത്തിന് കുറേ പത്രങ്ങൾക്ക് പേരിൽ രജിസ്ട്രേഷൻ എടുത്തു നോക്കുകയായിരുന്നു. ഒന്ന് സർക്കാർ നിരോധിക്കുമ്പോൾ ഉടനെ മറ്റൊന്നിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് പത്രം പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ എവിടെയോ പോയിട്ട് ഒക്കെ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശക്തമായും ഭരണകൂടത്തിന് എതിരായി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്, അഥവാ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട്, ജനാധിപത്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നടത്തിയ ഒരു മാധ്യമ പ്രവർത്തനമാണ് പഴയ കാലത്ത് എന്നുള്ളത് നമ്മുടെ ഒരു സങ്കല്പമോ ഒരു സ്വപ്നമോ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ സംഭവിക്കുന്നത്? ജസ്റ്റിസ് രമണ എന്ന് പറഞ്ഞ ആൾ ചോദിക്കുന്നുണ്ട്, അത്രയോ ഇന്ത്യയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നിലനിൽക്കുന്നുണ്ടോ, ഇപ്പോൾ നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കേണ്ടി വന്നു ചോദിച്ചാൽ, അങ്ങനെയൊന്നുമില്ല. വാർത്തയെ തേടിപ്പോവുകയും പോയി ജനങ്ങൾ അറിയേണ്ട വാർത്തകളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് ചോദിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതാണ് സംഭവം. യഥാർത്ഥത്തിൽ ഇന്ന് സ്വദേശാഭിമാനിയുടെ പഴയ പത്രപ്രവർത്തനത്തെ കാലത്ത് ഭരണകൂടം, രാജാധികാരം വളരെ ശക്തമായി എതിര് നിന്നതുപോലെ ഇന്ന് ആരാണ് ഇതിനെതിരെ നിൽക്കുന്നത് എന്നൊരു ചോദ്യം. അല്ലെങ്കിൽ ഭരണകൂടം തന്നെ ഒരു സങ്കല്പമായി തീരുകയും മൊത്തമായും കോർപ്പറേറ്റ് ഭീമന്മാർ ഈ മേഖലയെ മുഴുവനും ഭരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആർ രാജഗോപാലിനെ പോലെയുള്ള വലിയ പത്രപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആർ രാജഗോപാൽ മാധ്യമങ്ങൾ ഭരണകൂടത്തെ ഇങ്ങനെ താങ്ങുന്നത് എന്തിനാണ്, അവരുടെ അരുനിൽക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യത്തിന് രാജഗോപാൽ പറയുന്നൊരു ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ 2017 ഇന്ത്യയിൽ പത്രത്തിൽ വന്ന പരസ്യ വരുമാനം എന്ന് പറയുന്നത് 400 കോടിയാണെന്നാണ് പറഞ്ഞത്. ഏകദേശ കണക്കാണ് അദ്ദേഹം പറയുന്നത്. 399 കോടി. ആ 399 കോടിയിൽ വെറും 10 കോടി മാത്രമാണ്, വാർഷിക കണക്കാണ്, 10 കോടി മാത്രമാണ് സർക്കാരിൻ്റെ പരസ്യ വരുമാനം എന്ന് പറയുന്നത്. ഈ സർക്കാരിൻ്റെ പരസ്യ വരുമാനം എന്ന് പറയുന്നത് സർക്കാരിന് കൊടുക്കുന്ന ആ സ്ലോട്ട്, അത് പത്രത്തിലായാലും ചാനലുകളായാലും ആ സ്ലോട്ട് എടുത്തു മാറ്റി വേറെ ഒരു വ്യവസായ സ്ഥാപനത്തോട് കൊടുത്താൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം കിട്ടും എന്നാണ്. കാരണം ഗവൺമെൻറ് പലപ്പോഴും ഒരു കൺസെഷൻ കൊടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പരസ്യങ്ങൾ ഇവർ പ്രസിദ്ധീകരിക്കുന്നത്, ഇവർ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ പത്രത്തിന് നഷ്ടമാണെന്നാണ്. എന്നാലും വലിയ ഭീമൻ പത്രങ്ങളടക്കം, ചെറിയ പത്രങ്ങളടക്കമുള്ള എല്ലാ ആളുകളും സർക്കാരിൻ്റെ പരസ്യത്തെ സ്വീകരിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന് കാരണം എന്നാണ്. എന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, സർക്കാരിൻ്റെ എല്ലാ നയപരിപാടികൾക്കും അനുകൂലമായി വാർത്തകൾ കൊടുക്കുകയും വാർത്ത ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിക്കുകയും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് രാജഗോപാൽ പറയുന്നുണ്ട്. കാരണം ഈ പത്രമുതലാളിമാർക്കൊക്കെയും ഈ പത്രം എന്ന് പറയുന്നത് ഒരു മുറുക്കാൻ കടയുടെ പ്രാധാന്യമേ ഉള്ളൂ. മറിച്ച് പുറത്ത് അവർക്ക് വമ്പൻ വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്.
ആ വമ്പൻ വ്യവസായങ്ങളാകട്ടെ അതൊക്കെയും അനധികൃതമായ, ചിലതൊക്കെ അനധികൃതമായത്, ED പേടിക്കേണ്ടത്, ഇൻകം ടാക്സിനെ പേടിക്കേണ്ടത് ഒക്കെയായ വ്യവസായമാണ്. അതിലൊക്കെ തരികിട നടക്കുന്നത് അർത്ഥം. കൃത്യമായ മാൽ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട്. ഈ മാൽ പ്രാക്ടീസിൻ്റെ ഭാഗമായി ഇവരിലെ ED അല്ലെങ്കിൽ ഇൻകം ടാക്സോ പോയി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്ന ഈ സർക്കാർ താങ്ങൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ മൊത്തം ഭരിക്കുന്നത്, ആ അർത്ഥത്തിൽ ഭരിക്കുന്നത്, മാധ്യമങ്ങളെ മൊത്തം ഭരിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്നൊരു നിരീക്ഷണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഒരു മാധ്യമത്തിൻ്റെ എഡിറ്റർ, ഒരു പത്രത്തിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ ചാനലിൻ്റെ എഡിറ്റർ? കൃത്യമായി നമുക്ക് നേരെ പറഞ്ഞാൽ പ്രമോദ് രാമൻ എന്നൊരു പേര് പറയാം, അങ്ങനെ പല പേരുകളും പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരൊന്നുമല്ല. ആ പത്രത്തിൻ്റെ, ആ മാധ്യമത്തിൻ്റെ എഡിറ്റർ ഒരു കോർപ്പറേറ്റ് ആണ് എന്നാണ്. നിങ്ങൾ എന്ത് തരത്തിൽ ആലോചിച്ചാലും വിചാരിച്ചാലും ഒരു കോർപ്പറേറ്റ് പറയുന്നതിന് അപ്പുറത്തേക്ക്, കോർപ്പറേറ്റിൻ്റെ നിലപാടിനപ്പുറത്തേക്ക് തീർച്ചയായും ഒരു പത്രത്തിനും വാർത്ത കൊടുക്കാൻ കഴിയുകയില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ, അത്തരമൊരു സന്ദർഭത്തിൽ തീർച്ചയായും ഈ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ അജണ്ട നിർണയിക്കേണ്ടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. ആ ബോധ്യം ആദ്യം ഒന്ന് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ മിസ്റ്റർ പ്രതീഷിന്, യെസ്, എഡിറ്റർ ആയിരിക്കുന്ന നമ്മുടെ പ്രമോദ് രാമൻ എന്ന് നമസ്കാരം. അനിൽ പറഞ്ഞ പോയിന്റിൽ നിന്ന് തന്നെയാണ് ശരിക്കും നമ്മുടെ ഈ വിഷയം തുടങ്ങേണ്ടത്. അതിൽ സംശയമില്ലാത്തതാണ്. മാധ്യമങ്ങൾ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അതെത്രത്തോളം ഫലപ്രദമാവുന്നുണ്ട്, ജനങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള വേറൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ തന്നെയും മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിക്കാനുള്ള അവരുടെ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ അജണ്ട ആര് നിശ്ചയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത് സ്ഥാപനങ്ങളുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ പങ്കാളിത്തം അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അത് ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. അതിപ്പോൾ ഈ കാലത്ത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗവൺമെൻറ് സ്വകാര്യ ആണവ നിലയങ്ങൾക്ക് അനുമതി കൊടുത്തു. സ്വകാര്യ ആണവ നിലയങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് പാർലമെൻറ്റിൽ അത് വലിയ ചോദ്യം വരുന്നു. അപ്പോൾ അതിനെ എതിർക്കുമ്പോൾ പറയുന്ന കാര്യം ഒന്ന്, അദാനിക്ക് ഇതിനുള്ള ഒരു അനുമതി ഇപ്പോൾ ഉടനെ ഇതിന് തൊട്ട് പുറകെ കൊടുക്കാൻ പോവുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സർക്കാർ അത് തള്ളിക്കളയാണ്. പക്ഷേ തൊട്ട് പിന്നാലെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അദാനിക്ക് സ്വകാര്യ ആണവ നിലയം സ്ഥാപിക്കാനുള്ള അനുമതി ലഭിക്കുകയാണ്. ആ വാർത്ത ഏത് നിലക്കായിരിക്കും NDTV കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ക്ലീനായിട്ട് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമാനമായ നിലയിൽ ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക, എന്നിട്ട് മറ്റ് തരത്തിലുള്ള വാർത്തകളിലേക്ക് പോവുക എന്നുള്ള ഒരു പ്രാഥമികമായ ഒരു സംഗതി മാനേജ്മെൻറ്റുകൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് മാത്രമാണ് അജണ്ട നിശ്ചയിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഈ വേളയിൽ നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ എങ്ങോട്ടാണ്? ഇന്ത്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് ഇന്നിപ്പോൾ പത്രത്തിൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭൻ സാറിൻ്റെ ഒരു കമൻറ്റ് വരുന്നു, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകാൻ പോവുകയാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ടതാണ്. അപ്പോൾ ഒരുപാട് കഥാകൃത്തുക്കളും ഒരുപാട് സാഹിത്യകാരന്മാരും ഒക്കെ നമുക്കുണ്ട്. പലരും പല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ടി പത്മനാഭൻ സാർ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ്.
ആ ഒരു കാലഘട്ടത്തിലാണ്, അതായത് നമ്മളുടെ പിന്നെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയി അവിടെ വേറെ മണ്ണ് വന്ന് നിറയുന്നത് നമ്മൾ അറിയാതിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ പോവുകയാണ്. നിങ്ങളതെന്ത് പറഞ്ഞാലും, നിങ്ങൾ എത്ര അതിൻ്റെ അസാധ്യതകളെക്കുറിച്ച് നിങ്ങൾ എത്ര കണ്ട് ചർച്ച ചെയ്താലും, ഒരു കാലഘട്ടം വരെ നമുക്ക് തോന്നിയിരുന്നു അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു വളരെ അകലെയുള്ള ഒരു സംഗതി മാത്രമാണെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 20%, ഒരു 80% ഒക്കെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അത് സൃഷ്ടിക്കാവുന്ന വലിയ തരത്തിലുള്ള പിന്നെ ഒരു പ്രത്യാഘാതങ്ങൾ എന്താണ് അത് നമുക്കിപ്പോൾ മനസ്സിലാവുകയില്ല. കാരണം നമ്മളിപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുടനീളം ഇത് ചെറിയ തോതിൽ ഈ പ്ലേറ്റോണിക്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയുക, നമ്മൾ നിന്നിടത്തുനിന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ പ്ലേറ്റിലേക്ക് നമ്മൾ കയറുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്കിതൊന്നും പിന്നെ എന്താ പറയുക, ജനാധിപത്യം എങ്ങനെയായിരുന്നു ഒരു 10-15 വർഷം മുമ്പ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ. ഇപ്പോൾ AJ ഫിലിപ്പൊക്കെ എഴുതുന്നുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിമാർ പോയിരുന്നത് ശാസ്ത്ര കോൺഗ്രസിനും ശാസ്ത്രത്തിൻ്റെ വികാസത്തിനും അല്ലെങ്കിൽ ഡെവലപ്മെൻ്റലായിട്ടുള്ള സംഗതികൾക്കും ഒക്കെ ആയിരുന്നെങ്കിൽ, ഇന്നത്തെ പ്രധാനമന്ത്രി പോകുന്നത് ഒരു ക്ഷേത്രം പിന്നെ നാടിന് സമർപ്പിക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുണ്യകർമ്മങ്ങൾ ചെയ്യാനാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കതിനകത്തൊരു പ്രോബ്ലവും തോന്നാത്ത വിധത്തിൽ നമ്മൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ അജണ്ട സൃഷ്ടിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള അജണ്ടയാണ് എന്നുള്ള പ്രശ്നം വരുന്നത്. എല്ലാവരും ഭയങ്കര ധാർമ്മികമാണ്. ഇത് നമ്മുടെ മീഡിയനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഞങ്ങൾ ജനാധിപത്യം, ഞങ്ങൾ പിന്നെ അതാണ് ഇതാണ്, സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, ഞങ്ങൾ പിന്നെ അതാണ് ഇതാണെന്ന് എല്ലാവരും അവകാശപ്പെടും. പക്ഷേ ഈ അവകാശപ്പെടുന്നതിനപ്പുറത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ എന്താണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവരാരും അന്വേഷിക്കില്ല. അത് ചോദ്യം ചെയ്യുന്നവരെ അവർ പിന്നെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 1995 ആദ്യമായി ടെലിവിഷനിലൊരു വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് ഈ രംഗത്തിന് തുടക്കമിട്ട ഒരാളെന്ന നിലയിൽ പലരും എന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. അത് നമ്മുടെ ശശികുമാർ സാറ് പറഞ്ഞ പോലെ അത് നേരത്തെയൊക്കെ ഒരു അംഗീകാരമായിട്ട് നമുക്ക് തോന്നിയിരുന്നു, പിന്നീട് അതൊരു ആരോപണമായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞ പോലെ അദ്ദേഹമാണ് ആദ്യമായിട്ട് പിന്നെ വാർത്താ രംഗത്തേക്ക്, ടെലിവിഷനിൽ സ്വകാര്യ രംഗത്ത് ഏഷ്യാനെറ്റാണല്ലോ ആദ്യം വരുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ്, ഒരു കാലഘട്ടം വരെ നമുക്കതൊരു അംഗീകാരമായി തോന്നിയെങ്കിലും പിന്നീട് അതൊരു ആരോപണമായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒക്കെ ഇത് തുടങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കതൊരു ആരോപണമായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്തി നിൽക്കുന്ന അന്തരീക്ഷം അത്രയും മോശമാണ്, വളരെ വളരെ മോശമാണ്. ഇന്നിപ്പോൾ വാർത്താ ചാനൽ എന്ന നിലയിൽ ഒരു പുതിയ സംഗതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ്സും അതിൻ്റെ ഇതുമൊക്കെ എല്ലാവരും പുറമേ ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ വാചക കസർത്തും നടത്തും. അതിനുള്ളിൽ എങ്ങനെയാണ് ഇതിനെ പരുവപ്പെടുത്തി എടുക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രതിലോമകരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ അത് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു തുടർന്നങ്ങോട്ട് പോകാം. പ്രമോദ് പറഞ്ഞു വെച്ചാൽ ഞാൻ ഉന്നയിച്ചൊരു കാര്യത്തെ ഏറെക്കുറെ അംഗീകരിക്കുന്നില്ല. ഈ അജണ്ട നിർണ്ണയിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ട്. പ്രമോദ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. 100 വർഷത്തെ അവരുടെ പണി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. അത്ര ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ശേഷി പോലും ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ ഉണ്ട് എന്ന് പോലും നമ്മൾ വിചാരിക്കുന്നില്ല. പെട്ടെന്ന് കാര്യം നടക്കണമെന്നാണ്. വളരെ കൃത്യമാണ്. ഞാൻ ചോദിക്കുന്നത്, മാധ്യമങ്ങൾ ഈ മേഖലയിൽ നടത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന അതെന്നെ ഒരു സങ്കല്പമാണ്. ഈ ഹൈന്ദവതയ്ക്കെതിരെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ ഭീമന്മാരുടെ വിഴുങ്ങലിനെതിരെ ഒക്കെ വരുന്ന ഒരു പ്രതിരോധം ഫലപ്രദമായി യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടോ? ആ മാധ്യമങ്ങൾക്കത് സാധ്യമാണോ എന്നാണ്. കാരണം അവരെയും ഞാൻ തുടക്കട്ടെ, ഞാൻ ഒറ്റ വരി പറഞ്ഞ അനിൽ ചോദിച്ച ആ ചോദ്യത്തിന് ഒരു വരിയിൽ ഞാൻ പറയുന്നത്, ഭൂരിഭാഗം മാധ്യമങ്ങളും ഇപ്പോൾ അതിനെ പ്രതിരോധിക്കുകയല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ അമൃത്ജി കുമാർ സാർ, എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫലം എന്ന്?
ശ്രീ അനിൽകുമാറും അതുപോലെ തന്നെ ശ്രീ പ്രമോദ് രാമനും പറഞ്ഞ കാര്യങ്ങളോട് പൊതുവായി ഞാൻ വിയോജിക്കുകയും ഒരു ചെറിയ ഭാഗത്തോട് മാത്രം വ്യത്യസ്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യും. അത് വസ്തുനിഷ്ഠമായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് മാധ്യമങ്ങൾ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആരുടെ അജണ്ട എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അജണ്ടകൾ തന്നെ പല പല രീതികളിൽ ഉണ്ടായി വരുന്നുണ്ട്. ഒരു ബ്രെഡ് ഫാക്ടറിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ബ്രെഡ് ഫാക്ടറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ ബ്രെഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ബ്രെഡ് നിർമ്മിക്കുന്ന മുതലാളിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബ്രെഡ് ഫാക്ടറി അവിടെ അനുവദിക്കുന്നത് വഴി ആ പ്രദേശത്തെ ഗവൺമെൻറ്റിന്, ആ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഫുഡ് റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ അജണ്ടകൾ തന്നെ പല രീതികളിലുണ്ടെന്ന്, പല തട്ടുകളിലും അടരുകളിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ, വിയോജിപ്പല്ല, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർക്ക് അജണ്ടയുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് അജണ്ടയുണ്ട്. ഇത് രണ്ടും റീജിയണൽ ആയിട്ടുള്ള അജണ്ടകളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ആ റീജിയണൽ ആയിട്ടുള്ള അജണ്ടകൾ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റർഫേസുകളുണ്ട്, ഐഡിയോളജിക്കലുണ്ട്, റിലീജിയസ് ഉണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും വായനകളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഞാൻ വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ റീജിയണലി മാത്രമല്ല ഗവേൺ ചെയ്യപ്പെടുന്നത്, മറിച്ച് മാധ്യമങ്ങൾ ഗ്ലോബലി ഗവേൺ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ കോർപ്പറേറ്റുകൾ വഴി നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ള വളരെ ആ ഒരു ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുകയും ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം മാധ്യമങ്ങളുടെ അജണ്ടകൾ റീജിയണൽ മാത്രമാണ് എന്നുള്ള ആശയത്തോട് വിയോജിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, മാധ്യമങ്ങൾ അജണ്ടകൾ നിർണ്ണയിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുക്ക് ചെയ്യുന്ന, നമ്മൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റൗവിനെയോ അടുപ്പിനെയോ പാചകക്കാരൻ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കമ്പാരിസണായി പോകുന്നു എന്നെനിക്ക് ഭയമുണ്ട്. കാരണം 1968 മാക്സ്വെൽ മാക്കോംബും അതുപോലെ തന്നെ ഡൊണാൾഡ് ഷോയും കൂടെ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് മാധ്യമങ്ങൾ അജണ്ടകൾ നിർണ്ണയിക്കുന്നു എന്നുള്ളത്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോസിറ്റിവിസ്റ്റ് മെത്തഡോളജിയിൽ ഫ്രെയിം ചെയ്തൊരു സ്റ്റഡിയാണ്. വെറും 100 പേരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട്, ഇലക്ഷൻ സമയത്ത് 100 പേരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ആ US പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ കണ്ടന്റ് അനലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പഠനത്തിൻ്റെ ഫലമായിട്ടാണ് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട സിദ്ധാന്തം തന്നെ മുന്നോട്ട്, അത് 60കളിൽ വന്നതാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അജണ്ടകൾ യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഗ്ലോബലി ഗവേൺ ചെയ്യപ്പെടുന്നു. നമ്മൾ ഒരു മാധ്യമങ്ങൾ അജണ്ടകൾ നിർണ്ണയിക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു ഘടകമുണ്ടെന്നാണ്. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മീഡിയ വൺ അജണ്ട സെറ്റ് ചെയ്യുന്നോ, മനോരമ സെറ്റ് ചെയ്യുന്നോ, മാതൃഭൂമി സെറ്റ് ചെയ്യുന്നോ എന്നല്ല, മറിച്ച് മാധ്യമം എന്ന ഒരു പ്രസ്ഥാനത്തിന്, ഒരു വലിയ എൻറ്റിറ്റിയുടെ കാര്യമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു എൻറ്റിറ്റി ഉണ്ടാകണമെങ്കിൽ ആ എൻറ്റിറ്റിക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോൺഷ്യൻസ് ഉണ്ടാവണം, ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവണം, ഒരു ബോധതലം ഉണ്ടാവണം എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതായത് മാധ്യമങ്ങൾക്ക് ഈ കട്ടിങ് അക്രോസ് ഡിഫറെൻറ്റ് ചാനൽസ്, ഡിഫറെൻറ്റ് പ്രിൻറ്റ് മീഡിയാസ്, മാസ് മീഡിയാസ്, ഇതിനെല്ലാം അപ്പുറം ഒരു പൊതുബോധതലം ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പൊതുബോധതലം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ഈ റിച്ചാർഡ് ലിക്മാനെ പോലെയുള്ള ആൾക്കാർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം മാർക്സിയൻ ഫിലോസഫിയും ഫ്രോയിഡിയൻ സൈക്കോ അനലിറ്റിക്കൽ തിയറിയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രോയിഡ് പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മുടെ അബോധം അല്ലെങ്കിൽ അബോധം ഒക്കെ തന്നെ രൂപപ്പെടുന്നത് അകത്തു നിന്ന് പുറത്തേക്കാണ് എന്നുള്ള വലിയൊരു ആർഗ്യുമെൻ്റാണ് ഫ്രോയിഡിയൻ ആർഗ്യുമെൻ്റ്. എന്നാൽ അതിൻ്റെ ഒരു ക്രിട്ടിക് എന്ന് പറയുന്നത് നിയോ ഫ്രോയിഡിയൻ ക്രിട്ടിക്ക്, അതിൻ്റെ അകത്ത് മാർക്സിയൻ അംശങ്ങളുണ്ട്, നിയോ ക്രിട്ടിക്കൽ തിയറിയുടെ അംശങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോധം നിർണ്ണയിക്കപ്പെടുന്നത് അകത്തു നിന്ന് പുറത്തേക്കല്ല, മറിച്ച് പുറത്തു നിന്ന് അകത്തേക്കാണ് എന്നുള്ളതാണ്. നമ്മുടെ കോൺഷ്യസ്നെസ് രൂപപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നല്ല, മറിച്ച് പുറത്തു നിന്ന് സമൂഹം നിർമ്മിച്ച് നമ്മളിലേക്ക് ഒരു കോൺഷ്യസ്നെസ്സിനെ നമ്മളിലേക്ക് നിക്ഷേപിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ ഒരു സിദ്ധാന്തത്തിൻ്റെ മാതൃക അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാധ്യമവും ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ഒരു മാധ്യമവും സ്വന്തമായ ഒരു ബോധം നിർമ്മിച്ച് അജണ്ടകൾ നിർമ്മിച്ച് മാധ്യമത്തിന് പുറത്തേക്ക് വിടാനുള്ള കെൽപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ ചുരുങ്ങിയ അളവിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ താല്പര്യങ്ങൾ പുറത്തേക്ക് പോകുമെങ്കിൽ കൂടി ഈ ചുരുങ്ങിയ
ചുരുങ്ങിയ അളവിലുള്ള അജണ്ടകൾക്കപ്പുറത്ത് ഒരു വലിയ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയ ഒരു ബോധതലം മാധ്യമങ്ങളിലേക്ക് പുറത്തു നിന്ന് അകത്തേക്ക് രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു പബ്ലിക് സ്ഫിയർ എന്നുള്ള മാതൃകയിൽ നമ്മൾ ഈ ഹേബർമാസ് ഒക്കെ പറയുന്നത് പോലെ മാധ്യമങ്ങൾ വലിയൊരു പബ്ലിക് സ്ഫിയർ ആണ് എന്നുണ്ടെങ്കിൽ ആ പബ്ലിക് സ്ഫിയർ എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ മാത്രം അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. മാധ്യമങ്ങൾ ഇന്ന് വാർത്താ ചാനലുകളായിക്കോട്ടെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളായിക്കോട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് ആൾക്കാരെ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. വാർത്താ ചാനലുകൾ വാർത്തകൾ കൊടുക്കുന്നത് വഴി ആൾക്കാരെ എൻഗേജ് ചെയ്യുകയാണ്. പാട്ട് ചാനലുകളും മറ്റ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും ആൾക്കാരെ എൻഗേജ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ആൾക്കാരെ എൻഗേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രൈം ടൈം ചാനൽ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രൈം ടൈം ചാനൽ ചർച്ചകൾ ചെയ്യുന്ന അവതാരകരെല്ലാം തന്നെ മറ്റു വാർത്തകൾ അവതരിപ്പിക്കുന്ന അവതാരകരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു പെർഫോമേറ്റീവ് ആയിട്ടുള്ളൊരു മൂഡിലേക്കാണ് പലപ്പോഴും മാറുന്നത്. അവർ ഓരോ വാർത്തകളും ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ വാർത്ത യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നല്ലൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ ഇവർ ചെയ്യുന്ന ഓരോ വാർത്തയും, മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയും യഥാർത്ഥത്തിൽ തങ്ങൾ പറയാൻ പോകുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ എത്ര കണ്ട് ഗുണകരമാകും, സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ എത്ര കണ്ട് മുൻപോട്ട് കൊണ്ടുവരും എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു പെർഫോമേറ്റീവ് ആക്ഷനിലേക്ക് വരികയും ആ പെർഫോമേറ്റീവ് ആക്ഷൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടും, ഇത് മുറിച്ച് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഓടുമ്പോൾ എത്ര ലൈക്കും എത്ര ഷെയറും എന്നുള്ളതാണ് ഒരു സ്റ്റോറി എടുക്കുമ്പോഴോ ഒരു പ്രൈം ടൈം ചർച്ചയിൽ ഒരു ഭയങ്കര കിടുക്കാച്ചി ഡയലോഗ് അടിക്കുമ്പോഴോ ഒക്കെ തന്നെ തിരിച്ചൊരു മറുചോദ്യം ഒരു ആൾക്കാരോട് ചോദിക്കുമ്പോഴോ ഒക്കെ തന്നെ ഇവരുടെ ഉള്ളിൽ ഇത് ഇന്ന് ഉഗ്രൻ വൈറലാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഈ വാർത്താ ജേർണലിസ്റ്റുകളുടെ മുഴുവൻ ഞാൻ പൊതുവൽക്കരിക്കുകയല്ല, അല്ലാത്ത താല്പര്യങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നവരെ ധാരാളം കണ്ടിട്ടുണ്ട് ഞാൻ. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വാർത്താ മാധ്യമങ്ങളെ ഒരു പബ്ലിക് സ്ഫിയർ എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റീഫ്യൂഡലൈസേഷൻ്റെ ലക്ഷ്യങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് വാർത്താ മാധ്യമങ്ങൾ മാറുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് ഈ ജനറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈക്കുകളുടെയും ഷെയറുകളുടെയും ഒക്കെ തന്നെ താല്പര്യങ്ങളിലേക്ക് പോകുന്നത് മാനേജ്മെൻറ്റുകളുടെ താല്പര്യമല്ല. ആ മാനേജ്മെൻറ്റുകൾക്കപ്പുറത്തേക്ക് ഇവിടുത്തെ പൗരന്മാരെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു ഗ്ലോബൽ താല്പര്യം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നമുക്ക് പിന്നീട് നടത്താം. ഇത്രയും എൻ്റെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രമോജിയാണ് സംസാരിക്കാൻ. ഒരു കാര്യം പറയാം, അത് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട്, അതായത് ഈ കീടനാശിനി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെപ്പറ്റി ആനന്ദ് പണ്ടൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വിഷം വിറ്റെങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന ആലോചനയാണ് യഥാർത്ഥത്തിൽ കീടനാശിനിയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ നേരത്തെ ഉള്ളൊരു കാര്യമാണ്. രണ്ടാമത്, ഒഴിവ് സമയത്തെ എങ്ങനെ ലാഭകരമാക്കാമെന്ന മുതലാളിത്തത്തിൻ്റെ ഒരു ആലോചന മറ്റ് സിനിമയടക്കമുള്ള നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മാധ്യമങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, നിർണ്ണയിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പം ചാനലുകൾ മാത്രമല്ല, മറിച്ച് പ്രിൻ്റ് മീഡിയയും ഇപ്പോൾ നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൺലൈനിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓരോ മണിക്കൂറിൻ്റെ ഇടയിലും വാർത്ത പുതുക്കിക്കൊണ്ട് ഓൺലൈനിൽ ഓൺലൈൻ പത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിനെ എങ്ങനെ ലാഭകരമാക്കാം, ജനങ്ങളുടെ ഒഴിവ് നേരത്തെ കൂടി എങ്ങനെ ലാഭകരമാക്കാം എന്നത് കോർപ്പറേറ്റിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും വലിയൊരു ആലോചനയാണ്. ആ ആലോചനയാണ് പലപ്പോഴും നമ്മൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഘടകങ്ങൾ, ഇപ്പോൾ സിനിമ അടക്കമുള്ള എൻ്റർടൈൻമെൻറ്റ് ഘടകങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഉള്ളത് തന്നെയാണ്, അത് കുറേ കൂടി ശക്തമാണിപ്പോൾ. അതിൻ്റെ അകത്താണ് ഇവർ യഥാർത്ഥത്തിൽ അജണ്ട നിർണ്ണയിക്കുന്നത്. ഞാൻ ഇദ്ദേഹം സംസാരിച്ച ശേഷം അതിൻ്റെ തുടർച്ച പറയാം. ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കും. മാധ്യമങ്ങൾ രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുന്നു എന്നുള്ളത് ഒരു ലളിതമായിട്ട് നമുക്ക് അതിന് വിശകലനം ചെയ്യാവുന്നതല്ല. മാധ്യമങ്ങൾ അജണ്ട നിർണ്ണയിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ ആ അജണ്ടയിൽ വീണു പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു മോഡലല്ല അത്. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒക്കെ അടങ്ങുന്ന ഒരു ഇൻ്ററാക്ഷനിലൂടെയാണ് ചില ധാരണകൾ രൂപീകരിക്കപ്പെടുന്നത്. ആ ധാരണകൾ രൂപീകരിക്കപ്പെടുന്നതിൽ പ്രത്യയശാസ്ത്രം എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് ഒരു ചർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു കാര്യം മാത്രം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 30-34 വർഷമായിട്ട് പ്രിൻ്റ് മീഡിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അനുഭവം എന്നുള്ളത്, ഞാനൊക്കെ ഒരു 20-25 വർഷം മുമ്പ്
നമ്മൾ ചോദിക്കാറുള്ളത് നിങ്ങൾ വാർത്ത വായിച്ചോ എന്നാണ്. ഇന്ന് നമ്മൾ വാർത്ത കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ വായനയിൽ നിന്ന് ഈ കാണലിലേക്കുള്ള മാറ്റം എന്നുള്ളത് സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയമായ മാറ്റം കൂടിയാണ് എന്നുള്ളതാണ് ഈ അജണ്ട സെറ്റിംഗ് എന്നുള്ളതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ. മറ്റേതിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് ചർച്ച ചെയ്യണം, രാത്രി പ്രൈം ടൈം എന്ത് ചർച്ച ചെയ്യണം എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു എന്നൊരു പ്രധാനമാണ്. പക്ഷേ അതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിലാണ് ഈ അജണ്ട സെറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് വാർത്തകൾ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ കണ്ടൻ്റ് അല്ല, വാർത്ത എന്നുള്ളത് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തനം ഉണ്ടാവുന്നത്. അപ്പോൾ വാർത്ത എന്നുള്ളത് ഈ ദൃശ്യവൽക്കരണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പത്രങ്ങൾ പോലും ദൃശ്യവൽക്കരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 വർഷം മുമ്പ് ഒരു ഡിസൈൻ എഡിറ്റർ എന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഡിസൈൻ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തെ എത്രമാത്രം വിഷ്വലി അപ്പീലിംഗ് ആക്കാമെന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, ആ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഘടകം എന്നുള്ളത് അതിൻ്റെ വാർത്താ പ്രാധാന്യമല്ല, മറിച്ച് അതിൻ്റെ വിഷ്വൽ അപ്പീലാണ്. അപ്പോൾ എല്ലാ പത്രങ്ങളും ഇന്ന് കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പത്രവും കളറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ കാണാം, ഒരു മിക്കവാറും ഫ്രണ്ട് പേജിൽ ഒരു 6-7 കോളത്തിലുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോവിന് യാതൊരു ന്യൂസ് വാല്യൂ ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ആ ഫോട്ടോ അവിടെ വെക്കുന്നത്? അതിന് വിഷ്വൽ അപ്പീലിംഗ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പത്രങ്ങൾ പോലും, പത്രത്തിൻ്റെ ഭാഷ പോലും, അപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് 300 വാക്കിനപ്പുറം സ്റ്റോറി വേണ്ട എന്നുള്ളതാണ്. 300 വാക്ക് അതിന് സപ്ലിമെൻ്റ് ചെയ്യാൻ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഈ മൊത്തത്തിൽ വാർത്താ അവതരണം എന്നുള്ളത് വിഷ്വലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിഷ്വലായിട്ടല്ലാതെ വാർത്ത സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചില വാർത്തകൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ ഈ വിഷ്വൽ മീഡിയയിലുള്ള ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ വാർത്ത ചെയ്തുകൂടെ? അപ്പോൾ അവർ പറയും, അതിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് വിഷ്വൽ കണ്ടൻറ് ഇല്ലല്ലോ എന്നുള്ളത്. അല്ല, അതെ, ചാനലുകൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പല വാർത്തകളും ഞങ്ങൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വാർത്തയല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി, നിങ്ങൾക്ക് പത്രത്തിലത് കൊടുക്കാം, പക്ഷേ ഞങ്ങൾക്കത് വിഷ്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വാർത്തയെ ഒരു കാഴ്ചയുടെ അനുഭവമാക്കി മാറ്റുക. അപ്പോൾ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ റീൽസിൽ ഒതുങ്ങാത്ത സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പ്രക്രിയ എന്നുള്ളത് ഒരു സ്ലോ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സ്, അത് വാർത്തയായില്ല. കാരണം അതിന് വിഷ്വൽ എലിമെൻ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, മധ്യേന്ത്യയിലെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ഗഡ്ചിരോളിയിൽ അല്ലെങ്കിൽ ബസ്തറിലൊക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് വലിയ ഒരു കാര്യം നടക്കുന്നുണ്ട്. അത് മാവോയിസ്റ്റ് വേട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ കേൾക്കുന്നത് ഒരു ദിവസം 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു. ഇത് ട്രിക്ലിംഗ് ഡൗൺ ആയിട്ട് നമ്മൾക്ക് വാർത്ത കൊടുക്കുന്നു. പക്ഷേ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഛത്തീസ്ഗഡിൽ എന്ത് സംഭവിക്കുന്നു? പണ്ട് KGS ചോദിച്ചതുപോലെ ബംഗാളിൽ നിന്ന് ഒരു വാർത്തയുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു വാർത്തയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പ്രോസസ്സ് എന്താണ് നടക്കുന്നത്? അപ്പോൾ മാവോയിസ്റ്റുകൾ പറയുന്നത് ലക്ഷക്കണക്കിന് സൈനികരെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നതാണ്. ആർമിയുണ്ട്, പാരാമിലിറ്ററി ഫോഴ്സസ്, ലോക്കൽ പോലീസ് അടക്കമുള്ളവ ഒരുപാട് പേരെ ഹെലികോപ്റ്റർ ഗൺഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിരന്തരമായി ആക്രമണം നടത്തുകയാണ്. പക്ഷേ നമ്മൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. കാരണം നമുക്കതിൻ്റെ വിഷ്വല് കിട്ടാനുള്ള വിഷമമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ മാവോയിസ്റ്റുകൾ പറയുന്നത് അവിടെ മിനറൽ റിച്ച് ഏരിയയാണ്. ആ ഏരിയ മുഴുവനും ആദിവാസികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ലോയിഡ്, SR, ടാറ്റ പോലുള്ള വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങൾ മൊത്തം തുടച്ചു നീക്കപ്പെടുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് വാർത്തയാകുന്നില്ല? അതിന് പല കാരണങ്ങളുണ്ട്. ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഒരു കാരണമുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ അജണ്ട എന്നുള്ളത്
പ്രത്യയശാസ്ത്രങ്ങളാൽ നിർണീതമാണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണേണ്ടത് പ്രത്യയശാസ്ത്രം പുറത്തുനിന്ന് അഴിച്ചേൽപ്പിച്ച് ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ല, മറിച്ച് മാധ്യമങ്ങൾ തന്നെ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇൻറ്റേർണലൈസ് ചെയ്ത, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തെ അവർ ആഗിരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ എവിടെ നിന്നോ ഒരു അജണ്ട ഉണ്ടാക്കുകയും ആ അജണ്ടയ്ക്ക് മാധ്യമപ്രവർത്തകർ വിധേയമാവുകയും എന്നിട്ട് വാർത്ത കൊടുക്കുകയും ചെയ്യുന്നത് കാരണം സിമ്പിളായിട്ടുള്ള ഒന്നല്ല. മറിച്ച് ഇന്നത്തെ പൊതുബോധം എന്താണ്, ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതാണ് പൊതുബോധം. ആ പൊതുബോധത്തിന് അനുഗുണമായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മുടെ കുംഭമേള ആദ്യത്തെ 2 ദിവസം വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. 3-ാമത്തെ ദിവസം മുതലാണ് നിള ആരതി തൊഴുന്നത്. നിള ആരതി എന്നുള്ളത് ഭയങ്കര വിഷ്വലി റിച്ച് ആയിട്ടുള്ള സാധനമാണ് അല്ലേ. ഒരു വിളക്ക് കത്തിച്ചിങ്ങനെ ആരതി, അപ്പോൾ അത് ആളുകൾ അത് റീലുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു വിഷ്വലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നത് പോലെയല്ല. വായിക്കുമ്പോൾ യുവർ ക്രിട്ടിക്കൽ കപ്പാസിറ്റി ഈസ് വർക്കിംഗ് എന്ന് പറയാം. നമ്മുടെ ചിന്താശക്തി നമ്മൾ അതിൽ നിക്ഷേപിച്ചിട്ടാണ് വായിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ കാണുമ്പോൾ അത് ഡ്രാമ എന്ന് പറയും. ഡ്രമാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം നാടകത്തെക്കുറിച്ച് പണ്ട് അരിസ്റ്റോട്ടലിയൻ തിയറി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ എൻഗേജിങ് ആണ്. നമ്മൾ കാണുമ്പോൾ വി ഐഡൻറ്റിഫൈ വിത്ത് ദ ഡ്രാമ ആൻഡ് വി എൻജോയ് ഇറ്റ്. അതിന് മറുപടിയായിട്ടാണ് ബ്രൈറ്റിയൻ തിയേറ്റർ വരുന്നത്, ആലിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിലുള്ളത് നിർമ്മിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് എന്നും ആ യാഥാർത്ഥ്യത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവുമായ ഘടകങ്ങളുണ്ട് എന്നും അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ കപ്പാസിറ്റി ഉപയോഗിക്കണമെന്നും ആണ് ബ്രൈറ്റിയൻ തിയേറ്ററിൻ്റെ അടിസ്ഥാനം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ കാഴ്ചയിൽ അഭിരമിക്കുകയും ദൃശ്യപ്പൊലിമയിൽ അഭിരമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ചിന്തയും ഇല്ലാത്ത കൺസ്യൂമേഴ്സ് മാത്രമായി മാറുന്നു. ഇതാണ് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ രാഷ്ട്രീയം എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത റൗണ്ട് തുടങ്ങാം അല്ലേ? അടുത്ത റൗണ്ട് ഞാൻ ഏറെക്കുറെ നേരത്തെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടിയിൽ കൂടി ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ പൊതുബോധം എന്ന നിലയിൽ ആണ് പ്രത്യയശാസ്ത്രം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുക. ആ പ്രത്യയശാസ്ത്രം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതൊരു സ്വാഭാവികമായ ഒരു ഇതല്ല. അതിനൊരു ഭരണകൂടത്തിൻ്റെ ഒരു കൈ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമുക്ക് 2014 മുമ്പുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുശേഷമുള്ളൊരു സമയം ഒരു പരിശോധന നടത്തുകയും ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യത്തിലെ. അത് മാറി എത്ര പെട്ടെന്നാണ് നമ്മുടെ ചർച്ച വേറൊരു വഴിക്ക് പോയത് എന്നുള്ളത് ആലോചിച്ചാൽ മതി. അത് വളരെ എന്താ പറയുക, അത് പൊളിറ്റിക്കലായി തന്നെ സംഭവിക്കുന്നതാണ്. വിത്ത് എന്താ പറയുക, ഒരു ഭരണകൂടത്തിൻ്റെ കൂടി ഇടപെടലിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം അത് ഏറെക്കുറെ ഒരു നൂലിൻ്റെ ഇതിലൂടെ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. കാരണം അജണ്ട നിശ്ചയിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരു സംശയവും കൂടെ നിലനിൽക്ക്, ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്ത് മാധ്യമ പ്രവർത്തനത്തിലും വാർത്തയുടെ നിർമ്മാണവും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചാനലുകൾ തമ്മിലുള്ള ചർച്ചയുണ്ട്. നേരത്തെ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ എല്ലാ ചാനലുകളും ഒരേപോലെ പരസ്പരം ആലോചിച്ചല്ല. അപ്പം എല്ലാ മതമേധാവികളും പരസ്പരം ആലോചിച്ചല്ലല്ലോ വർഗീകരണം ഉണ്ടാക്കുന്നത്. അത് അവരുടേതായ രീതികളിലാണെന്ന് പറയുന്ന പോലെ ഓരോ മാധ്യമവും അതിൻ്റേതായ ഒരു അജണ്ട വേറെ രീതി സെറ്റ് ചെയ്യുന്നില്ല. റീജിയണൽ എന്നും കൂടി അത് നേരത്തെ പറയണ്ടേ. ഞാൻ ചോദിക്കണത്, ഇത് ചാനലുകൾ തമ്മിൽ ഇങ്ങനൊരു മത്സരമുണ്ട്. അപ്പോൾ നമ്മുടെ വെങ്കടേഷ് രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ അന്ന് അതിൽ പ്രമുഖം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ 3 ഘട്ടം ആയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. മൂന്ന് തലത്തിൽ. ഒന്ന് സത്യമായിരിക്കും ഒരു കാര്യം, മറ്റൊന്ന് അർദ്ധസത്യമായിരിക്കും, മൂന്നാമത്തത് പൂർണ്ണമായി നുണയായിരിക്കും എന്നാണ്.
ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് ഒരു വാർത്ത സൃഷ്ടിക്കപ്പെടുന്നത്. എൻ്റെ അർത്ഥം വെച്ചാൽ ഇപ്പം ED അന്വേഷണത്തിന് പോകുന്നു, പിന്നെ നാളെ ED അന്വേഷിക്കാൻ പോകുന്നു, ഒരു വാർത്ത വന്നു. രണ്ടാമത് വേറെ ചാനലിൽ വരുന്ന കാര്യം വെച്ചാൽ ED ഇന്ന ഓഫീസർമാരാണ് ഇവരെ ചോദ്യം ചെയ്യാൻ പോകുന്നത്, അത് സത്യമായിരിക്കും. ആ ഓഫീസർമാരെ പറ്റി വിക്കിപീഡിയയിൽ നോക്കിയിട്ട് കുറച്ച് വിവരങ്ങൾ ഇവർ തെളിയിച്ച കേസുകളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തു. മൂന്നാമത്തത് പൂർണ്ണമായും നുണയായിരിക്കുന്ന എന്താ കാര്യം വെച്ചാൽ ED ഇന്ന ചോദ്യങ്ങളാണ് ഇവരോട് ചോദിക്കുക എന്നാണ്. അതെന്തിനാ വെച്ചാൽ ആദ്യത്തെ 2 വാർത്ത കൊടുത്ത മാധ്യമങ്ങളെ പരാജയപ്പെടുത്താനാണ്, അവരെ അപ്രസക്തരാക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ ഒരു പടി കൂടി ഞങ്ങൾ മുന്നോട്ടെത്തി. സത്യാനന്തര കാലത്ത് സൃഷ്ടിക്കപ്പെടുന്ന വാർത്തയ്ക്ക് ഇങ്ങനെയൊന്നുണ്ട്, 3 ഘടകം: ചെറിയൊരു സത്യം, ചെറിയൊരു അർദ്ധസത്യം, പിന്നെയുള്ളത് ഒരു നുണ എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ, എൻ്റെ ചോദ്യം ഇതാണ്, ഇത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഭരണകൂടത്തിന് അനുകൂലമായ, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി തന്നെയല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? ഇപ്പോൾ ഏഷ്യാനെറ്റ്, ഇപ്പോൾ നിങ്ങൾ മുൻപ് ചെയ്താണ്, ഏഷ്യാനെറ്റിൽ BJPയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു വാർത്ത ഏഷ്യാനെറ്റിൽ വരുമോ? ഞാൻ അങ്ങനെയല്ല, ഒരു സാധാരണ വാർത്തകൾ വരുമായിരിക്കും. പറയുന്നത് അതിൻ്റെ അകത്ത് കൃത്യമായി അത് ഏത് പ്ലെയിനിലാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ട്. അതുപോലെ സംസാരിച്ചോളൂ, ഞാനത് ഓക്കെ അനിൽ പറഞ്ഞത്, അതായത് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഏഷ്യാനെറ്റ് ഒരു അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൻ്റെ മുതലാളി എന്നുള്ളതുകൊണ്ട് BJPക്കെതിരെ ഒരു വാർത്ത വരുമോ എന്ന് സിംപ്ലിസ്റ്റിക്കായിട്ട് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റും. സത്യത്തിൽ അവിടെ വാർത്ത വരും ചെയ്യും. പക്ഷെ മറിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. മറിച്ച് അതേസമയം തന്നെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പരോക്ഷമായി സഹായകമായ പലതും അവിടെ സംഭവിക്കുന്നുണ്ടാവാം, പലതും അതിനകത്ത് അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവർ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയേണ്ടത്, അതായത് നമ്മൾ മാധ്യമങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ടത് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ കേവലമായ അതിൻ്റെ സ്വഭാവത്തെയോ, അത് CPM-നെതിരാണോ കോൺഗ്രസിനെതിരാണോ BJPക്കെതിരാണോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാണോ എന്നുള്ള നിലയിൽ വളരെ സിംപ്ലിസ്റ്റിക്കായിട്ട് ആലോചിക്കുന്നതിന് പകരം ഇത് സൃഷ്ടിക്കുന്ന ഈ പൊതുബോധം എന്താണെന്നുള്ളതിലേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഏതിൻ്റെ കാര്യത്തിലായാലും. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ഇപ്പോൾ എടുക്കുന്ന പല കാര്യങ്ങളിലും ചില റിസർവേഷൻസ് മാധ്യമങ്ങളെ എത്തിക്കലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എന്താ കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വാർത്തകൾ നൽകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിജീവിതന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് പേരുകൾ പറയാതിരിക്കുക, അത്തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഒരു സാധാരണ നിലയിൽ ലീഗലായിട്ടും അല്ലാതെ ഉള്ള ചില നടപടികൾ അങ്ങനെ എടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതിലും ഉപരിയായി അവരുടെ വാചകങ്ങളിലും വാക്കുകളിലൂടെയും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന വേറൊരു ഒരു പൊതുബോധമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് വളരെ റൈറ്റിസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അത് റൈറ്റിസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. കാരണം നമ്മളും അതിനകത്താണ് ജീവിക്കുന്നത്, അതിനകത്ത് ജീവിക്കുന്നു. അത് നമ്മളെ സ്വാധീനിച്ചും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്ന് ഞാൻ പറയുന്നത് ഒരു വലിയ വിഭാഗം ആളുകളെ സ്വാധീനിച്ചു കഴിഞ്ഞു, അവരുടെ ചിന്താമണ്ഡലത്തെ ആ നിലയിലേക്ക് പരിവർത്തിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്? അതിനെക്കുറിച്ച് വല്ലാത്ത പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് അത് ഒരു പരിധിവരെ നമ്മളുടെ പലതരത്തിലുള്ള നമ്മുടെ ബോധങ്ങൾ അതുമായിട്ട് സന്ധി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മൾ അറിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം. അതുകൊണ്ട് നമ്മൾ വെച്ചാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതി, ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇതെന്ന് വെച്ചാൽ ഒരു സംഗതി വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ക്രിട്ടിക്കൽ തോട്ട് ഇല്ലാതാവുന്നു, അത് ഡോമിനൻ്റ് ആവുന്നു. അത് എന്താ പറയുക, അത് നമ്മുടെ ഒരു നോർമൽ സംഗതി, ഒരു ന്യൂ നോർമൽ എന്ന് പറയാവുന്ന നിലയിലേക്ക് എത്തിക്കഴിയുന്നു. അതിനകത്ത് നിന്നാണ് ഇപ്പം നോക്കൂ, ഇതിൻ്റെ പേരിൽ ബീഫ് കടത്തിയെന്നോ അല്ലെങ്കിൽ പശുക്കളെ കടത്തിയെന്നോ ഇതിൻ്റെ പേരിൽ ഒരു 10 പേരെയൊക്കെ കൊന്നാലും നമ്മൾ അങ്ങനെ ഞെട്ടിപ്പോവില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ എത്തിയില്ല. അതാണ് സംഗതി. അതെ, ഈ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികൾക്ക് എന്നതുപോലെ അവരെ സഹായിക്കുന്ന, അവർ തിരിച്ചു സഹായിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് എന്ന പോലെ തന്നെ മാധ്യമങ്ങൾക്കും ചെറിയൊരിതില്ലേ. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒരു എന്താ പറയുക ഉപകരണങ്ങളായിട്ട് പോലീസും പട്ടാളവും മാത്രമല്ല, മതവും വിദ്യാഭ്യാസവും കുടുംബവും എല്ലാം ഉണ്ട്. അതിൽ പ്രധാനമായ ഒരു പങ്ക് മാധ്യമത്തിനില്ലേ?
മാധ്യമവും വെക്കുന്നില്ല എന്നാണ് ഈ അല്ല, പൊതുബോധം. അതാണ് ഞാൻ പറയുന്നത്. അത് അജണ്ട നിശ്ചയിക്കുന്നത് വെച്ചാൽ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പിന്നെ ഒരു ദിവസത്തെ ന്യൂസ് അജണ്ട തീരുമാനിക്കുന്നതിനകത്ത് നമുക്ക് ഇത്ര അവരെ കൊണ്ട് ഇതാക്കാം, അല്ലെങ്കിൽ ഇത്ര ഇത് ആ നിലയിൽ വരുന്നുണ്ടാവില്ല. പക്ഷേ അവർ പോലെ നമ്മൾ ഈ പുതിയൊരു എന്താ പറയുക ഒരു കൾച്ചറൽ പിന്നെ പൊളിറ്റിക്സ് ആണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നോട്ട് ഡയറക്റ്റ്ലി എന്താ പറയുക ഒരു കക്ഷി രാഷ്ട്രീയ സംഗതിയല്ല, ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക, പ്രശാന്തോടെ പറഞ്ഞ പോലെ വാക്കുകളുടെ നിർമ്മിതി, കാഴ്ചയുടെ നിർമ്മിതി, ഇതിലെല്ലാം അത് സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ അതിനോടുള്ള നമ്മുടെ എന്താ പറയുക കാഴ്ചപ്പാടിനെ തന്നെയും അതാകെ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കിനി പുറകോട്ട് ചിന്തിക്കാൻ കഴിയില്ല. പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക ഓടായിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ പ്ലാറ്റ്ഫോം കൃത്യമായി ഒരുങ്ങി കഴിഞ്ഞുള്ള ഒരു ഉറപ്പാണ് പൊതുബോധത്തിൻ്റെ. അതുകൊണ്ട് വാർത്തകളിലെ വ്യത്യാസം, അതായത് പല മാധ്യമങ്ങൾ പല രീതികളിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, പ്രിന്റ് മീഡിയ ആയാലും ശരി, വിഷ്വൽ മീഡിയ ആയാലും ശരി, യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പർട്ടിക്കുലർ ഐഡിയോളജി ഉള്ള ഒരു ചാനൽ ആ ഐഡിയോളജി തന്നെ വിമർശിക്കുക എന്ന് പറയുന്ന ആശയവും, അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് മാധ്യമങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ സാമ്പത്തികവൽക്കരണം എന്ന് പറഞ്ഞൊരു വലിയ ആശയം നമ്മുടെ മാധ്യമ ലോകത്ത് നടക്കുന്നുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പരസ്പരം അടിച്ചു തീരാനുള്ള ഒന്നല്ല, മറിച്ച് അഭിപ്രായ വ്യത്യാസത്തിലൂടെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ മാധ്യമ കോൺഷ്യസ്നെസ്, മാധ്യമ ബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ടൊരു മാധ്യമത്തിന് സാധിക്കുന്നു. അതിൻ്റെ സാമ്പത്തികവൽക്കരണം മറ്റു പല റീലുകളിലൂടെ ആയാലും ശരി, ഏത് രീതികളിലൂടെ ആയാലും ശരി, റേറ്റിങ്ങിലൂടെ ആയാലും ശരി, മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങളുടെ ആധിക്യം, ദൃശ്യങ്ങളുടെ ഒരു വലിയ എന്താ പറയുന്നത് അപ്രമാദിത്വം ന്യൂസുകളുണ്ട്. ദൃശ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഓഡിറ്ററി അപ്രമാദിത്വം കൂടെ വലിയൊരു അളവ് വരെ കടന്നു വരുന്നുണ്ട്. ദൃശ്യം ഈ പ്രിൻ്റ് മീഡിയയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ കടന്നു വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തന്നെ കാഴ്ചയും കേൾവിയും കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയെ കുറച്ചൊന്ന് പാസിഫൈ ചെയ്യാം. അവിടെ നമ്മുടെ അഫക്റ്റ് കൂടുതൽ മുൻപോട്ട് പോവുകയും നമ്മുടെ ക്രിട്ടിക്കൽ കോഗ്നിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ആർക്കും തന്നെ ഇൻ്റലക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നതിന് വലിയ താല്പര്യമുള്ള മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ചിട്ട് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിനോട് വലിയ താല്പര്യമില്ലായ്മയും അഫക്റ്റിൻ്റെ പ്രവർത്തനത്തോട് വലിയ താല്പര്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ മൊത്തത്തിൽ ജനറലി ഹോമോസാപ്പിയൻസ് അങ്ങനെയാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ആ വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന, മോണിറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള ചർച്ചകളെ കാണുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തെറ്റായ ധാരണയിലേക്ക് പോകാനുള്ള താല്പര്യമുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ആ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല, യഥാർത്ഥത്തിൽ കാഴ്ചക്കാരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല യഥാർത്ഥത്തിൽ അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. മറിച്ച് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് അതുവഴി മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാധ്യമങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരു ഇൻസ്ട്രുമെൻ്റൽ റേഷണാലിറ്റിയാണ്. ഇൻസ്ട്രുമെൻ്റൽ റേഷണാലിറ്റി എന്നുള്ളതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ എഫിഷ്യൻസി, കൂടുതൽ റേറ്റിംഗ് കൂട്ടുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, മാസ് പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻസി ആണ് ഈ എന്താ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഇൻസ്ട്രുമെൻ്റൽ റേഷണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. എൻലൈറ്റൻമെൻറ്റ് റേഷണാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡയലക്റ്റിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഘടകമുണ്ട്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടുന്നത് എൻലൈറ്റൻമെൻറ്റ് റേഷണാലിറ്റിയാണ്, അതായത് ക്രിട്ടിക്കൽ റേഷണാലിറ്റിയാണ്. സമൂഹത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിനെ സഹായിക്കുന്ന ഒരു മുൻപോട്ടുള്ള ഘടകങ്ങളാണ് ചെയ്യേണ്ടത്. എന്നാൽ മാധ്യമ വ്യവസായം എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ ധരിക്കുന്നത് പോലെ ഒരു വൈജ്ഞാനിക വ്യവസായമല്ല. മാധ്യമ വ്യവസായം യഥാർത്ഥത്തിൽ ഒരു വൈകാരിക വ്യവസായമാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം ഏതാണ്ട് തീരാനായിട്ടുണ്ട്. നമുക്ക് പ്രമോജിയിൽ ഇതങ്ങോട്ട് അവസാനിപ്പിക്കാം. ഒരു 3 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, ഇതിൽ ഇന്ന് മാധ്യമം ഇന്ന് പാർട്ടിക്കെതിരെ വാർത്ത കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ കൊടുത്തേക്കും. കാരണം ഈ നമ്മുടെ റിപ്പബ്ലിക്കിലെ അർണബ് ഗോസ്വാമി അടുത്ത് മോഡിക്കെതിരെ ഭയങ്കരമായ വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അതായത് അവരുടെ നിങ്ങളുടെ നഷ്ടപ്പെട്ടിരുന്ന ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു വഴി ഞങ്ങൾ മോഡിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുകയാണ്.
അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അപ്പം നമ്മുടെ ചാനലുകളിലെ ചർച്ച കണ്ടിട്ടുണ്ടാവും, രണ്ട് പേര്, ഒരാൾ BJP പൊസിഷൻ എടുക്കുന്നു, ഒരാൾ CPM പൊസിഷൻ എടുക്കുന്നു. ഇവർ രണ്ടുപേരും BJPയോ CPMോ ആയിരിക്കില്ല. കാരണം അത് ഒരു നാടകം ഉണ്ടാക്കുകയാണ്, ആ ഒരു പെർഫോമൻസാണ്. അപ്പോൾ അതുകൊണ്ട് BJP വിമർശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ CPMനെ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് പ്രാഥമിക തലം മാത്രമാണ്. നിങ്ങൾക്ക് BJP വിമർശിച്ചുകൊണ്ട് തന്നെ BJP പ്രൊമോട്ട് ചെയ്യുന്ന ഐഡിയോളജിയെ പ്രചരിപ്പിക്കാനാവും. അങ്ങനെയാണ് പലപ്പോഴും. നേരെ മറിച്ച് ഒരു ജനൻ TV പറയുന്ന കാര്യം ആരും വിശ്വസിക്കില്ല. കാരണം വേറൊരു ചാനൽ ഇൻഡിപെൻഡൻ്റ് ആണ്, BJP വിരുദ്ധരാണ് എന്ന് പറയുന്ന ഒരു ചാനൽ BJPക്ക് വേണ്ടിയുള്ള വാർത്ത പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ വിമർശനം പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ അത് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതൊരു ഡ്രാമയായി മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു മണിക്കൂറിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാവുന്നതൊന്നുമല്ല, മറിച്ച് ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക. അവരോട് റെസ്പോൺസാണ്. അവർക്ക് പാനലിസ്റ്റോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണല്ലോ പാനലിസ്റ്റ് പറഞ്ഞ് വർത്താവുന്നത്, അല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ എൻ്റെ ചോദ്യം ഒരു ഇതായിരിക്കാം, മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുന്ന ചോദ്യത്തിൽ എൻ്റെ ചോദ്യം നിങ്ങൾ എല്ലാവരോടുമാണ്. പ്രമോദിന് ഒരുപക്ഷെ പ്രശാന്തും പ്രമോദും എന്താ പറയുക തിരിച്ച് അമൃതിനും അതിൻ്റെ ഒരു വീക്ഷണം അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ചോദ്യം മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ദയവായി അജണ്ട സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അമൃത് ഒരു മാധ്യമ മീഡിയ അജണ്ട സെറ്റിങ്ങിനെ കുറിച്ച് ആ തിയറി അവതരിപ്പിച്ചു. ആ കാലത്ത് നമ്മൾ അടിയന്തരാവസ്ഥയാണ്, ഇൻഎക്സ്പ്രസ് അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ അജണ്ട ഇൻഎക്സ്പ്രസ് സെറ്റ് ചെയ്തു. ഇന്ന് മീഡിയ അജണ്ട സെറ്റ് ചെയ്യുന്നില്ല, ഒരു മീഡിയ അജണ്ട സെറ്റ് ചെയ്യുന്നില്ല. മീഡിയയ്ക്ക് ഒരു ഓട്ടോണമി ഇല്ല. നിങ്ങൾ മീഡിയ സെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കരുത്. മീഡിയയ്ക്ക് ഓട്ടോണമി ഇല്ല. മീഡിയ വിളിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് അമൃത് പറഞ്ഞ തരത്തിൽ മീഡിയ എന്നൊരു സ്പേസിന് ഒരു ഓട്ടോണമി ഇല്ല. നിങ്ങൾക്ക് വേണ്ടി അജണ്ട സെറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റുകളോ അതിൻ്റെ അപ്പുറത്ത് വേറെ ആയിരിക്കും സെറ്റ് ചെയ്ത് തരണത്. അല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ മീഡിയ ദയവായി അജണ്ട സെറ്റ് ചെയ്യണം. മീഡിയ അജണ്ട സെറ്റ് ചെയ്ത് തുടങ്ങിയാൽ കാര്യം മീഡിയ അജണ്ട സെറ്റ് ചെയ്യാറെന്നറിയോ, എഡിറ്റോറിയൽ ഓട്ടോണമി വരും. മീഡിയ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എഡിറ്റോറിയൽ ഓട്ടോണമി വന്നു. അങ്ങനെ എഡിറ്റോറിയൽ ഓട്ടോണമി വരുമ്പോൾ മീഡിയ അജണ്ട സെറ്റ് ചെയ്യും. അത് പോസിറ്റീവാണ്. മീഡിയ അജണ്ട സെറ്റ് ചെയ്യാൻ നെഗറ്റീവായി കാണണ്ട. മീഡിയ അജണ്ട സെറ്റ് ചെയ്യണം. മീഡിയ സെറ്റ് ചെയ്യുമ്പോൾ ഡിസ്കഷൻ വേണ്ടി വിജയിക്കും. പക്ഷേ മീഡിയ അല്ല അജണ്ട സെറ്റ് ചെയ്യണത്. ഇതിൻ്റെ ഗുണഭോക്താക്കളെ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം, കോർപ്പറേറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളായിരിക്കാം സെറ്റ് ചെയ്യണം. അപ്പോൾ മീഡിയ അജണ്ട സെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ രാഷ്ട്രീയ ഇന്നത്തെ വർത്തമാനകാല വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ സൗകര്യം. മീഡിയയ്ക്ക് ഓട്ടോണമി ഇല്ല. എഡിറ്റർ ഡിസപ്പിയർ ചെയ്തു. എഡിറ്ററുടെ ഒരു ബാനിഷിംഗ് കൊണ്ട് ഇപ്പോൾ ചില സ്ഥലം ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് സ്വഭാവം ഉള്ളതുകൊണ്ട് അവിടെ എഡിറ്റർക്ക് ചിലപ്പോൾ റോൾ ഉണ്ടായിരിക്കാം. ചില ലെഗസി മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അതുപോലെ ആവണമെന്നില്ല പുതിയ മാധ്യമങ്ങളുടെ സ്ഥിതി. പുതിയ മാധ്യമങ്ങൾ അതനുസരിച്ച് പിന്നെ വേറെ മീഡിയ എന്ന് പറയുന്ന വേറെ കാര്യം. നമ്മളെല്ലാം ഫോക്കസ് ചെയ്ത് പ്രശാന്ത് ഒഴിച്ച അജണ്ടയിലേക്ക് ബ്രോഡ്കാസ്റ്റാണ്. ഈ സോഷ്യൽ മീഡിയ ഒരു വിശാലമായ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്യലാണ് ഇപ്പോൾ മിക്കവാറും മാധ്യമങ്ങളുടെ പണി. സോഷ്യൽ മീഡിയയിൽ സെറ്റ് ചെയ്യപ്പെടുന്ന അജണ്ട അതൊരു കോർപ്പറേറ്റ് സത്യം പറയാൻ അതിൻ്റെ അകത്ത്. അപ്പോൾ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് മീഡിയക്ക് അജണ്ട, ഈ ചോദ്യത്തിന് തിരിച്ചു വയ്ക്കുന്നത്, എന്തുകൊണ്ട് മീഡിയക്ക് അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എഡിറ്റർക്ക് മീഡിയയ്ക്ക് വേണ്ടി അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അത് വേണ്ട, ഒരു റിപ്പോർട്ടർക്ക് പോലും അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റും. അത് തുടക്കത്തിൽ ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വന്തം നിലക്കുള്ള സ്റ്റോറികൾ കൊണ്ടുവരുന്നത് എത്ര കണ്ട് കുറഞ്ഞു എന്നുള്ളതും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് വെച്ചാൽ മീഡിയ എന്ന് പറയുമ്പോൾ ഈ എഡിറ്റോറിയലും മാനേജ്മെൻറ്റും എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ചില സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാലോ, മാനേജ്മെൻറ്റിൻ്റെ സ്വന്തം ആളാണ്, മുതലാളി തന്നെയാണ് അവിടെ എഡിറ്റോറിയലിൻ്റെ ഭാഗമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്നത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണ്. എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു എത്തുപിടിയും കിട്ടാത്തൊരു സാധനം. കാര്യം വെച്ചാൽ മാനേജ്മെൻറ്റ്, നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന മാനേജ്മെൻറ്റ് കാശിറക്കുക, എന്നിട്ട് ഒരു സ്വതന്ത്രമായ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവുക, അവർ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതല്ല, മാനേജ്മെൻറ്റ് തന്നെ എഡിറ്റോറിയലിൻ്റെ ഒരു മുഖമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വതന്ത്രമായ ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ചില കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ
അജണ്ട എന്ന് പറയുന്നത് പിന്നെ കുറേ ശ്രമിക്കുന്നൊക്കെ ഉണ്ടാവും, അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ആവാം. പക്ഷേ ഞാൻ പറയുന്നത് അജണ്ട എന്ന് പറയുന്നത് ഒരു പുതിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു, ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ എക്സ്പ്രസിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അതൊരു പിന്നെ എന്താ പറയുക, അന്ന് മാധ്യമം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, ഇന്നത് ചെയ്യാനുള്ള ഒരു സംഗതി വേണ്ടേ? നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനോ അല്ലെങ്കിൽ മീഡിയ കൊണ്ടോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ബാക്കി കാര്യങ്ങൾ അവസാനിപ്പിക്കല്ലേ. ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് 2 മീഡിയ മാത്രമേ ഉള്ളൂ. ഒന്ന് സോഷ്യൽ മീഡിയയും ഒന്ന് ആൻറ്റി സോഷ്യൽ മീഡിയയും. അതിനെ നമുക്ക് അവസാനിപ്പിക്കാമോ? അല്ല, ഏതാണ് ആൻറ്റി സോഷ്യൽ മീഡിയ എന്നാണ് തീരുമാനിക്കപ്പെട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. ഞാനൊരു തമാശയുടെ ഇടയിൽ പറയാൻ വിചാരിച്ചിരുന്നു. ഹലോ, പറഞ്ഞിട്ടങ്ങ് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഒരു ചോദ്യം ചോദിക്കാമല്ലോ അല്ലേ? ഇതിൽ ഡീപ്പായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് വളരെ ഒരു പ്രമോദ് രാം സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനാണ്. നമ്മൾ സത്യാനന്തര കാലത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഒരു എഡിറ്റർ നേരത്തെ അദ്ദേഹം ചോദിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യമാണ്, മാധ്യമങ്ങൾക്ക് തന്നെ അജണ്ട സെറ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ സത്യാനന്തര കാലം നമുക്കറിയാം, ഇപ്പം ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള പരിപാടിയിൽ ഒരു തീർത്തും ഫാക്ച്വൽ അല്ലാത്ത ഒരു ചർച്ച നടന്നു കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിഞ്ഞു നമ്മൾ തിരിച്ചറിയാണ് ഇത് ഫാക്ച്വൽ അല്ല. എന്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കറക്ഷൻ നടക്കുന്നില്ല? അത് സൈലൻ്റായിട്ട് വെക്കുകയും ഈ ഡിസ്കഷൻ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ആകെ പരന്ന് നടക്കുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു കറക്ഷൻ എഡിറ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എടുത്തുകൂടാ? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ അത് ശരിയല്ല, ഈ പറഞ്ഞിട്ടുള്ള ഫാക്റ്റ് തെറ്റാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അതിൽ ഖേദമുണ്ട് എന്ന് പറയുന്നത് കേൾക്കാറില്ല. താങ്കൾക്ക് അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന്? താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ ഫാക്ച്വലി ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കറക്റ്റ് ചെയ്യാറുണ്ട്, പരമാവധി കറക്റ്റ് ചെയ്യാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെ ഒരു സമയത്ത് ഒരുപാട് പേര് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടുള്ള എഡിറ്ററാണെന്നുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു സന്ദർഭത്തിൽ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ എല്ലാറ്റിനും ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ളതാണ്. അത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്കത് ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം നമുക്കങ്ങനെ അപ്പം അത് എന്താ പറയുക, സമ്പൂർണ്ണമായി അതിന് ഒരു എന്താ പറയുക, വേറൊരു സ്വഭാവം വന്നു പോകും. അതുകൊണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ച വിഷയം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ നമ്മൾ ആ എപ്പിസോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ പിന്നെ തർക്കത്തിനില്ല. അത് ഫാക്ച്വലി ഒരു മുഴുവനായിട്ട് ആ എപ്പിസോഡ് മുഴുവനായിട്ട് എന്തെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു തെറ്റാണെങ്കിൽ പോലും അത് തെറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഫാക്ച്വൽ അല്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ എപ്പിസോഡ് തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. അത് പിന്നെ എന്താ പറയുക, കൂടുതൽ ചർച്ചയിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് പിന്നെ മറ്റൊരു രീതിയിൽ പോകാതിരുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ.